നമസ്കാരം, ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കീഴ്ശ്ശേരി കുഴിയമ്പറമ്പിൽ വാഹനാപകടത്തിൽ 3 സ്ത്രീകൾക്ക് പരിക്ക്. വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന 3 സ്ത്രീകളെ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് പിറകിൽ നിന്നും ഇടിക്കുകയായിരുന്നു. പിഞ്ചുകുഞ്ഞടക്കമുള്ളവരെയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ പാലത്തിൽ ഹമ്പ് ചാടിയതിനെ തുടർന്ന് ബൈക്ക് തെന്നി വീണ് അപകടം. പുതിയിരുത്തി സ്വദേശികളായ അയ്യത്തിൽ ഷജീർ, ഭാര്യ ഹസീന എന്നിവരെ പരിക്കുകളോടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലത്തിങ്ങൽ പള്ളിപ്പടിയിൽ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേങ്ങര പാണ്ടിക്കശാലയിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. ചങ്ങരകുളം മൂക്കുതലയിൽ ഗ്രഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂക്കുതല അമ്പലപ്പടിയിൽ അരിയല്ലി അയ്യപ്പനാണ് മരിച്ചത്. നിലമ്പൂരിലെ പ്രധാന വനമേഖലയിലാണ് കാട്ടുതീ പടർന്നത്. കടുത്ത വേനൽ മുന്നിൽ കണ്ട് വനംവകുപ്പ് മുൻകരുതലെടുക്കാത്തതാണ് ഇത്രയും കാടുകൾ കത്തിനശിക്കാൻ കാരണം. 20ലേറെ സ്ഥലങ്ങളിലാണ് കാട്ടുതീ പടർന്നത്. മാറഞ്ചേരി പഞ്ചായത്തിലെ കരിങ്കല്ലത്താണി കാരക്കാട് മേഖലയിൽ 4ാം വാർഡിലെ 15ഓളം കുടുംബങ്ങൾ വഴിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിച്ചു. കരിങ്കല്ലത്താണി നടുവട്ടം റോഡിൽ നിന്ന് കാരക്കാട് മേഖലയിലേക്ക് പോകുന്ന ഈ വഴിക്കായി 10 വർഷത്തിലധികമായി ഇവർ അധികാരികളെ സമീപിക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഇവരുടെ പരാതി. 19 വയസ്സിൽ താഴെയുള്ള വനിതകളുടെ ഉത്തരമേഖലാ ക്രിക്കറ്റ് മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വണ്ടൂർ സ്വദേശിനി ശ്രദ്ധ സുമേഷ് 38 ബൗണ്ടറികളും 2 സിക്സറുകളും നേടി മലപ്പുറത്തിനായി ആദ്യ ഇരട്ട സെഞ്ചുറി നേടി. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.